കുപ്പി എന്തിനാണ് സെലിബ്രേഷൻ വീഡിയോ? ഒന്നുമില്ല, കൊച്ചുമാടെ വീട്ടിലോട്ട് പോകുന്ന പാല് കുപ്പിയാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ ഒരു 1 ഇയറിന്റെ കഷ്ടപ്പാടിന്റെ റിസൾട്ട് 2 ദിവസമായി വന്നിട്ട് ചില സാങ്കേതിക കാരണങ്ങൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ വീഡിയോ 1K അടിച്ചിരിക്കുകയാണ്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് നന്ദിയുണ്ട് പറയാൻ, 1000 നന്ദിയുണ്ട് പറയാൻ. ഈ നന്ദി പറയാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് 2 ദിവസമായിട്ട് വിചാരിക്കുന്നു, നടക്കാതെ പോയതാണ്, സിറ്റുവേഷൻ കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇന്നത് വളരെ ഗ്രാൻഡ് മീൻസ് എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ ഒരു അവസ്ഥയ്ക്ക് ഗ്രാൻഡായിട്ട് നിങ്ങളോട് എല്ലാവരുടെയും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ ഒരു സെലിബ്രേഷൻ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നിങ്ങൾ ആലോചിക്കും ഈ കുപ്പി എന്തിനാണ് സെലിബ്രേഷൻ വീഡിയോ? ഒന്നുമില്ല, കൊച്ചുമാടെ വീട്ടിലോട്ട് പോകുന്ന പാല് കുപ്പിയാണ് നമ്മളവിടെ കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു കുപ്പി വാങ്ങേണ്ട ആവശ്യമുണ്ട്. അതെന്തിനാണെന്ന് നമുക്ക് വഴിയെ പറഞ്ഞുതരാം. അപ്പൊ ഗൈസ്, നമ്മൾ നേരെ പോകുന്നത് കൊച്ചുമാടെ വീട്ടിലേക്കാണ്. അപ്പൊ അവിടെ പോയി വണ്ടി എടുത്തുകൊണ്ട് വേണം നമുക്ക് സാധന സാമഗ്രികളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വണ്ടിയായിട്ട് ഇതായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞതുപോലെ നമുക്കൊരു കുപ്പിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചുമാടെ വീട്ടിൽ നിന്ന് ഒരു കുപ്പി തപ്പിയെടുത്തിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, കുറച്ച് മണ്ണെണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ മണ്ണെണ്ണ കിട്ടാറില്ല ആർക്കൊന്ന്. അങ്ങനെ പിന്നെ പ്ലാൻ ബി ആക്കി നമ്മളിതേ പെട്രോൾ പമ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പമ്പിൻ്റെ വാതിലെത്തിയപ്പോൾ പ്ലാൻ സി ആക്കി, നമുക്ക് ഡീസൽ വാങ്ങാനാക്കി. അങ്ങനെ ദേ അവനവിടെ നിന്നിട്ട് ഡീസൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കേക്ക് തപ്പി പോകാൻ. ഇവിടെ എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും കേക്ക് ഓർഡർ ചെയ്ത് വരുത്താണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കേക്ക് കിട്ടുന്ന ഷോപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം കേക്ക് തപ്പി 1-2 കടയിൽ പോയി. അവിടെ ഒന്നും കേക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഈ കടയിലെത്തിപ്പോൾ ഇവിടെയും കേക്കില്ല. പക്ഷേ ഈ ചേട്ടൻ പറഞ്ഞു ഇവിടെ അടുത്ത് ബ്രൂഫി ഉണ്ട്, ബ്രൂഫിയിൽ കേക്ക് അവൈലബിൾ ആയിരിക്കും എന്ന്. അങ്ങനെ നമ്മൾ ആ ഷോപ്പ് തപ്പി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണാടിയിലൂടെ കണ്ടത്. അത്യാവശ്യം കേക്കുകളൊക്കെ അങ്ങനെ നിരന്നിരിക്കുന്നത് കണ്ടു. അപ്പോൾ പിന്നെ നല്ല ക്യൂരിയസ് ആയിട്ട് അകത്ത് കയറി നോക്കി. അപ്പോൾ പലതരം ഫ്ലവേഴ്സിൽ പല കേക്കുകൾ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധാരണ ഒരു കേക്ക് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ റെഡ് കളറിൽ എഴുതി തരണം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവർ കുറച്ച് ടൈം എടുക്കും റെഡിയായി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ബലൂണൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊച്ചുമ്മൻ സറാപ്പിയും കൂടെ വന്നത്. നമ്മുടെ ഈ സെലിബ്രേഷനിൽ അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പങ്കാളികളായി. അങ്ങനെ പിന്നെ അതേ കേക്കും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വന്നു. അപ്പം ഞാനത് എങ്ങനെയാണെന്ന് കാണാനുള്ള ക്യൂരിയോസിറ്റി എനിക്ക് കാത്തിക്കാൻ സമയം ഉണ്ടായില്ല. അപ്പം ഞാൻ പെട്ടെന്ന് അത് പൊളിച്ചു നോക്കി. ഭയങ്കര സന്തോഷമായി. ഞാൻ ജസ്റ്റ് എഴുതി തരാനേ പറഞ്ഞോളൂ, പക്ഷേ എനിക്ക് ആ സിമ്പിൾ കിട്ടുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ ഞാൻ എന്താ ചെയ്തത്, ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഉറങ്ങിക്കിടന്ന് എൻ്റെ കുഞ്ഞുമോനെ ഞാൻ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവനാണെങ്കിൽ ഉറങ്ങുമ്പോൾ ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഉറങ്ങിയപ്പോൾ എല്ലാവരും ഉണ്ട്, കളർഫുള്ളായിട്ട് ബലൂൺസ്, കേക്ക്. അവനാകെ അന്തം വിട്ടിരിക്കുകയാണ്, എല്ലാവരെയും നോക്കുകയാണ്. അപ്പോൾ അവനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം അങ്ങനെ ഇതോടുകൂടി അങ്ങ് സാധിപ്പിച്ചെടുത്തു. അവൻ കട്ട് ചെയ്തെങ്കിലും ക്യാമറയിലോട്ടാണ് നോക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കൂടിയിട്ട് കട്ട് ചെയ്തു. കൊച്ചുമ്മയെ വിളിച്ചിട്ട് കൊച്ചുമ്മ വന്നില്ല. കൊച്ചുമ്മക്ക് നാണമാണെന്ന് പറഞ്ഞിട്ട് പുറകിൽ പോയി പാത്തുനിന്ന് ഒളിഞ്ഞു നിന്നാണ് ഈ സീൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കൊച്ചുമ്മയെ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുന്നു. കൊച്ചുമ്മക്ക് നാണമായതുകൊണ്ടാണ് ഫ്രെയിമിലേക്ക് വരാഞ്ഞത്. ഈ ഫ്രെയിമിൽ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോയുടെ ഓരോ ഭാഗങ്ങളാണ്. ഈ 1K സബ്സ്ക്രൈബേഴ്സിലെത്താൻ അല്ലെങ്കിൽ ഈ ഒരു സെലിബ്രേഷനിൽ ഇവരെല്ലാം ഓരോ പങ്കാളികളാണ്. ഇവരുടെ എല്ലാം വീഡിയോസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഞാൻ പലതവണ ഞാൻ ഡൗൺ ആയ സമയത്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മുതലാണിത്. ഇവനാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഏറ്റവും ഫസ്റ്റ് നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സിനോടുമാണ്. നിങ്ങളില്ലെങ്കിൽ ഈ ഒരു സെലിബ്രേഷൻ ഇല്ല. അപ്പോൾ ഈ ഒരു സെലിബ്രേഷൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ 1K നമുക്ക് തീ കത്തിച്ചിട്ട് ഇങ്ങനെ എഴുതി നോക്കാം എന്ന് പറഞ്ഞത്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ലാതെ ചെയ്തതാണ്. പക്ഷേ വളരെ മനോഹരമായിട്ടത് വീഡിയോ എടുക്കാൻ പറ്റി, അത് ഇങ്ങനെ കാണാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമായി. പ്രതീക്ഷയില്ലാതെ ചെയ്തതാണ്. പിന്നെ അതിന് ശേഷം മൊത്തത്തിലൊരു എന്താ പറയുക, അത് കണ്ട് ആസ്വദിക്കുക. പിന്നെ കുറച്ച് ഷോർട്സ്, വീഡിയോസ്, കാര്യങ്ങളൊക്കെ എടുക്കുക. അങ്ങനെ ഈ ഒരു ഐഡിയയുടെ പിന്നിൽ ഐഡിയ കൊടുത്തത് ഞാനാണെങ്കിൽ ഇതിങ്ങനെ ഒന്നും ആയി കിട്ടാൻ വേണ്ടി എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ ഈ ബലൂൺസ് സനാഡ് ഐഡിയ ആണ്, മേളിൽ നിന്ന് പറത്തി വിടാനൊക്കെ ആയിരുന്നു. പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ പറത്തി വിടാനൊന്നും സാധിച്ചില്ല. അപ്പോൾ പിന്നെ നിരത്തിയിട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
പിന്നെ ഈ ബലൂൺസ് എന്താ ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ കുഞ്ഞുമക്കളുള്ള എല്ലാവരും വലിയ കുറച്ച് കുറച്ച് കൊടുത്തു വിട്ടു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മൊമെൻറ്റ് എനിക്ക് തന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും വീണ്ടും ഞാൻ നന്ദി പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. താങ്ക് യു സോ മച്ച്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.